എബ്രാം മുസ്ലർ എന്ന സിനിമയിലെ യഥാർത്ഥ പ്രൊട്ടാഗണിസ്റ്റ് ആരാണ്? ജയറാം അവതരിപ്പിച്ച ടൈറ്റിൽ കഥാപാത്രമായിട്ടുള്ള എബ്രാം മുസ്ലർ തന്നെയാണോ ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രം? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്, ഒരു സിനിമയുടെ തിരക്കഥയുമായിട്ട് സംവിധായകനോ അല്ലെങ്കിൽ തിരക്കഥാകൃത്തോ മറ്റോ ഒരു താരത്തെ സമീപിക്കുമ്പോൾ ആ താരത്തോട് ഇവർ പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഈ സിനിമ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റോൾ താങ്കൾ തന്നെ ചെയ്യണമെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ എബ്രാം മുസ്ലർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ജയറാമേട്ടൻ തന്നെയാണ് ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്, അതായത് ഈ ഒരു കഥാപാത്രം എബ്രാം മുസ്ലറായിട്ട് ജയറാമേട്ടൻ വന്നെങ്കിൽ മാത്രമേ ആ സിനിമ ചെയ്യാൻ സംവിധായകനായുള്ള മിഥുൻ മാനുവൽ തോമസ് തയ്യാറാവുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനായിരിക്കും എബ്രാം മുസ്ലറായിട്ട് ജയറാം തന്നെ വേണമെന്ന് സംവിധായകൻ വാശി പിടിക്കാൻ കാരണം? ഈ റോൾ ചെയ്യാൻ മറ്റൊരു നടനും പറ്റില്ലേ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മൾക്കുള്ളത്. അതിനുള്ള ഒരു ഉത്തരമാണ്, ജയറാം എന്ന നടൻ്റെ ഗംഭീരമായ ഒരു തിരിച്ചുവരവിന് ഈ റോൾ അത്യന്താപേക്ഷിതമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് നമ്മളൊക്കെ ഒരുപാട് എൻ്റർടൈൻ ചെയ്തിട്ടുള്ള മലയാള സിനിമയിലെ സൂപ്പർ സിനിമകളിലെ നായകനായിട്ടുള്ള അദ്ദേഹത്തെ സമീപകാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തെലുങ്ക് സിനിമകളിലും തമിഴ് സിനിമകളിലൊക്കെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും ഒക്കെ വേഷം ചെയ്തിട്ടുള്ള റോളുകളിലാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു മുഴുനീള വേഷത്തിൽ നമുക്ക് എബ്രാം മുസ്ലറിലൂടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ റോളിനോട് നീതി പുലർത്തിയോ എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും എബ്രാം മുസ്ലറിലെ ഈ ഒരു കഥാപാത്രമായി മാറുന്നതിന് വേണ്ടി ജയറാമേട്ടൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അദ്ദേഹം തൻ്റെ ബോഡി ലാംഗ്വേജിലും വോയിസ് ഡെലിവറിയിലും അതുപോലെ തന്നെ ജസ്റ്ററിലും എല്ലാത്തിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ ഒരു കഥാപാത്രമാവുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചേഞ്ചസ് നമുക്ക് ഓരോ ഫ്രെയിമിലും ദൃശ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ കൂടിയും അതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പരിവർത്തനം ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. എന്തായാലും ജയറാം എന്ന നടൻ്റെ അതിഭയങ്കരമായിട്ടുള്ള ഇഫേർട്ട് ഈ ഒരു സിനിമയ്ക്കുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. ഇപ്പോൾ ജയറാം എന്ന നടൻ ഇത്രയധികം ഇഫേർട്ട് എടുത്തിട്ടും ആ സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെ ശ്രദ്ധ മുഴുവനും പോകുന്നത് മറ്റൊരു കഥാപാത്രത്തിലേക്കാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ, ആ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുമ്പോൾ സ്പോയിലർ ആവാൻ സാധ്യതയുണ്ട്. എങ്കിൽ കൂടി അത് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ ആ സിനിമ കാണുമ്പോൾ, സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ജയറാം അവതരിപ്പിക്കുന്ന എബ്രാം മുസ്ലറിൻ്റെ പേഴ്സണൽ ആൻഡ് കരിയറുമായി ബന്ധപ്പെട്ട ഒരു കഥയാണെന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ നമ്മളെ നയിക്കുന്നത് മറ്റൊരു കഥാപാത്രത്തിലേക്കാണ്. ആ ഒരു കഥാപാത്രം അലക്സാണ്ടർ എന്നുള്ള ആ ഒരു കഥാപാത്രത്തിൽ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു കഥാപാത്രമാണ് നമ്മളെ ത്രൂ ഔട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ സിനിമ തുടങ്ങുമ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ എവിടെയോ കണ്ടുപറഞ്ഞ പല സിനിമകളുമായി സാദൃശ്യങ്ങൾ നമുക്ക് തോന്നാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും ഇതിലെ ട്വിസ്റ്റും, ഫസ്റ്റ് ഹാഫിലെ ട്വിസ്റ്റും എല്ലാം പലപ്പോഴായിട്ട് നമുക്ക് എവിടെയോ കണ്ടിട്ടുള്ള സിനിമകളുമായിട്ട് സാദൃശ്യങ്ങളൊക്കെ തോന്നാൻ സാധിക്കും. ആ സിനിമകളുടെ പേരൊക്കെ ഞാൻ പിന്നീട് പറയാം. അത് ആ ഒരു സിനിമ വേറൊരു ലെവലിലേക്ക് പോകുന്നത് അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനെ കാണിക്കുമ്പോഴാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെയൊക്കെ പ്രിയങ്കനായിട്ടുള്ള മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്കയാണ് അലക്സാണ്ടറായിട്ട് ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തെ കാണിക്കുമ്പോൾ തിയേറ്ററിൽ ഉണ്ടാകുന്ന പ്രതികരണം അല്ലെങ്കിൽ അത് കാണുന്ന ഓരോ പ്രേക്ഷകനിലും ഉണ്ടാകുന്ന വിസ്മയകരമായിട്ടുള്ള മാറ്റമാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മമ്മൂട്ടി എന്ന നടൻ ഇതിലെ അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തയ്യാറായത് തന്നെയാണ് എബ്രാം മുസ്ലർ എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഈ സിനിമ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയുള്ളൊരു സിനിമയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ സിനിമ തിരക്കഥയിലാണെങ്കിലും ഇതിൻ്റെ ഡയറക്ഷനിലാണെങ്കിലും ഇതിൻ്റെ എഡിറ്റിങ്ങിലാണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല. തിരക്കഥയിൽ തീർച്ചയായിട്ടും പാളിച്ചകളുണ്ട്. പലപ്പോഴായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പല സിറ്റുവേഷൻസും വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മുമ്പ് കണ്ട സിനിമകളുമായിട്ടൊക്കെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മിഥുൻ മാനുവൽ തോമസ് എന്ന സംവിധായകൻ പൂർണ്ണമായിട്ടും ഒരു പെർഫെക്ഷൻ ഈ സിനിമയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലും ചെറിയ ചില പാകപ്പിഴകളുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. എങ്കിൽ കൂടിയും ഈ സിനിമയുടെ മറ്റൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഈ സിനിമ ഒരിക്കലും നമ്മളെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ എൻഗേജിങ് ആക്കുന്നുണ്ട്. എവിടെയും ഒരു ലാഗ് ഇല്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ സിനിമയുടെ മറ്റൊരു അട്രാക്ഷനായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഈ സിനിമയിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള നിറക്കൂട്ട് എന്ന സിനിമയിലെ പാട്ട് പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ശ്യാം സംഗീതം ചെയ്തിട്ടുള്ള പൂമാനമേ എന്ന ഒരു ഗാനം അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സിനിമയ്ക്ക് നിർണായകമായുള്ള ഘട്ടത്തിൽ അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ച ഒരു ഗാനമായിരുന്നു അത്. തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഒരുപാട് സ്യൂട്ടബിളായിട്ട് തോന്നി. ആ സിനിമയുടെ
ഒരു നിർണായകമായ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ നിർണായകമായ ഘട്ടത്തിൽ ആ പാട്ട് വരുന്നത് തീർച്ചയായും സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നവാഗതരായിട്ടുള്ള അഭിനേതാക്കൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും രണ്ടുപേരുടെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മമ്മൂട്ടിയുടെ കോളേജ് കാലഘട്ടം അവതരിപ്പിച്ച നടനാണ്. അതായത് അലക്സാണ്ടറിൻ്റെ PG ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ വേഷം ചെയ്തിരിക്കുന്നത് സാബിക് എന്ന ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹം അലക്സാണ്ടറിൻ്റെ കോളേജ് ഡേയ്സിലെ വേഷം അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ പക്വമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ് ആയിരുന്നു. ഒട്ടും അതിഭാവത്വമില്ലായിരുന്നു. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള വളരെ എന്താ പറയുക പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ട്രെയിൻഡ് ആക്ടറാണ് എന്ന് തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു നടനാണ് ശിവരാജ് എന്ന ഒരു നടൻ. ആ ഒരു നടൻ സേവ്യർ അതായത് ജഗദീഷ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ കോളേജ് ഡേയ്സിലെ വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഡൈനാമിക് ആയിട്ട് തോന്നി ശിവരാജ് എന്ന നടൻ്റെ പ്രകടനം. വോയിസ് ഡെലിവറിയിലാണെങ്കിലും ശരി, ആക്ഷനിലാണെങ്കിലും ജസ്റ്ററിലാണെങ്കിലും ഒക്കെ ഒരുപാട് എന്താ പറയുക വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അതിലേറ്റവും എന്നെ അത്ഭുതപ്പെടുന്നത് വെച്ചാൽ കോളേജ് ഡേയ്സിൽ ഇത്രയധികം പൊട്ടിത്തെറിച്ച കലിപ്പനായിട്ടുള്ള അല്ലെങ്കിൽ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഒരു കഥാപാത്രം അത് പ്രായം കൂടുമ്പോൾ ജഗദീഷായി വരുമ്പോൾ ആ ജഗദീഷ് അവതരിപ്പിച്ച കഥാപാത്രം അല്ലെങ്കിൽ ജഗദീഷിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജിലും ഡയലോഗ് ഡെറിവിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് കോളേജ് ഡേയ്സിൽ ഇത്രയധികം കൽപ്പനായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയധികം കുരുത്തക്കെട്ടനായിട്ടുള്ള ഒരാൾ പ്രായമായി വരുമ്പോൾ അതായത് അതുമായൊരു ബന്ധമില്ലാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ജഗദീഷ് ആ ഒരു കഥാപാത്രത്തെ സേവ്യർ എന്ന കഥാപാത്രത്തെ ഡെലിവർ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു കഥാപാത്രം ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയൊരു എക്സ്പ്രഷൻ ജഗദീഷ് ഇട്ടത്. എങ്കിൽ കൂടിയും ജഗദീഷ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആണ് ഈ ഒരു കഥാപാത്രത്തിന് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ സിനിമാറ്റോഗ്രഫിയിലും എഡിറ്റിങ്ങിലൊന്നും പ്രത്യേകിച്ചുള്ളൊരു സവിശേഷത ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തെറ്റില്ല എന്നേ പറയാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ഒരുപാട് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന എൻ്റർടൈൻ ചെയ്യുന്ന ഒരുപാട് എലമെൻറ്റ് ഈ സിനിമയിലുണ്ട്. ഒരിക്കലും നമ്മളെ ഈ സിനിമ ബോറടിപ്പിക്കില്ല എന്ന് എനിക്ക് 100% ഗ്യാരണ്ടി തരാൻ സാധിക്കും. എന്നാൽ ഈ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ മലയാളത്തിലെ എക്കാലത്തെ മികച്ച ത്രില്ലർ സിനിമയായിട്ടുള്ള പത്മരാജൻ്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും സുമലതയൊക്കെ അഭിനയിച്ച ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് എന്ന സിനിമ നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മെമ്മറീസ് അതുപോലെയുള്ള എന്താ പറയുക ഒരു ബിറ്റർ പാസ്റ്റുള്ള അല്ലെങ്കിൽ ഒരു റിവെഞ്ച് ഓറിയൻറ്റഡ് ആയുള്ള ഒരുപാട് ത്രില്ലർ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ സിനിമയുമായി കണക്ട് ചെയ്യാൻ തോന്നിപ്പോകും. എങ്കിൽ കൂടി അങ്ങനെ മുൻവിധികളൊന്നും ഇല്ലാതെ ഒരിക്കലും അഞ്ചാം പാതിരയുമായി കണക്ട് ചെയ്യാതെ ഇത് വേറെ ഒരു മിഥുൻ മാനുവൽ തോമസ് സിനിമയായിട്ട് കാണാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതായത് എബ്രാം ഓസ്ലർ എന്ന സിനിമ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ത്രില്ലർ, ഇമോഷണൽ ത്രില്ലർ എന്നൊക്കെ പറയുന്ന ഒരു സിനിമ. അതുകൊണ്ട് തന്നെ ക്രൈം ത്രില്ലറും ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ജോണറിൽ ഈ ഒരു സിനിമയും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കാത്ത നിങ്ങൾക്ക് 100% എൻഗേജ്മെൻറ്റ് നൽകുന്ന ഒരു സിനിമയാണ്. ഇതൊക്കെ എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള പൂർണ്ണമായുള്ള ഒരു അഭിപ്രായം പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്. ബൈ.